ഹലോ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ഏതൻ അക്വേറിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ആർട്ടീമിയ ഹാച്ച് ചെയ്യാനിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഫീഡിങ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് ആ സ്വിച്ച് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ സംഭവിക്കുന്ന കാര്യം, നമ്മളിപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടൊരു സെറ്റപ്പിലാണ്. ഈ ആർട്ടീമിയ നേരെ ഇപ്പം സ്വിച്ച് നമ്മൾ ഓഫ് ചെയ്ത് കഴിഞ്ഞല്ലോ. അപ്പോൾ ഹാച്ചായ ആർട്ടീമിയ നേരെ താഴേക്ക് വരും. താഴേക്ക് വന്നിട്ട് ഈ ബോട്ടിൽ ക്യാപ്പിൻ്റെ അവിടെ വിരിഞ്ഞതെല്ലാം താഴോട്ട് വരികയും ബാക്കി അതിൻ്റെ ഷെല്ല് അതിൻ്റെ മുകളിൽ വരികയും ചെയ്യും. അപ്പം നമ്മൾ ഇതിൻ്റെ ഇടയിലൊരു ഇത് കണ്ടില്ലേ, ഇതുപോലൊരു ഒരു ജോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ജോയിൻ്റ് നമ്മൾ ഊരിയിട്ട് അവിടെ നിന്ന് വരുന്ന ആർട്ടീമിയ കളക്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സാധാരണ എല്ലാവരും സെപ്പറേറ്റിംഗ് നെറ്റൊക്കെ ഉപയോഗിച്ച് എടുത്തിട്ടാണ് ഇതൊക്കെ ചെയ്യാറുള്ളത്. നമ്മൾ കുറച്ച് കൂടുതൽ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അത്രയും സമയം അതിനുവേണ്ടി കൊടുക്കാനില്ലാത്തത് കൊണ്ടും പിന്നെ നമ്മൾ കുറേയേറെ നാളായിട്ടുള്ള നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ടും നമുക്കധികം ഷെല്ലില്ലാതെ തന്നെ നമുക്ക് കുട്ടികൾക്കിത് കൊടുക്കാൻ പറ്റും. മാക്സിമം ഷെല്ലില്ലാതെ കൊടുക്കണം. ഒരു 5 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഇത് മുഴുവൻ താഴേക്ക് വന്ന് ഹാച്ചായിട്ടുള്ളതെല്ലാം ഇവിടെ വന്ന് നിൽക്കും. നമ്മൾ ഇവിടുന്നത് ഈ ജോയിൻ്റ് ഊരി നമ്മളത് പുറത്തെടുത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ അത് പിടിച്ചിട്ട വെള്ളത്തിലാണ് നമ്മൾ ഫീഡ് ചെയ്യാനായിട്ട് ചെയ്യാറുള്ളത്. അതാണ് എപ്പോഴും നല്ലത്. അതായത് ഇതുപോലെ നമ്മൾ ബെറ്റ ലീഫ് ഇട്ട് വെള്ളം വയ്ക്കാറുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് എടുത്തിട്ടാണ് നമ്മുടെ ഫ്രൈസിനെല്ലാം നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങളിലൂടെ ഇവിടെ ചെയ്യാനുണ്ട്. നമ്മുടെ 1-2 ബേസിൻസൊക്കെ നമുക്ക് ഫ്രീ ആക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി വെള്ളം സെറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഇവരെ പതുക്കെ നമുക്ക് ഈ ടാങ്കിനകത്തേക്ക് ഇറക്കി വിടണം. കാരണം സ്പേസ് കുറയുന്നു, അടുത്ത ബാച്ച് വന്ന് നിൽക്കുന്നു. ബേസിൻസൊക്കെ നമുക്ക് ഫ്രീ ആക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒന്നുമില്ല, പതുക്കെ ഇന്നലെ എടുത്ത് വെച്ചതാണ്. അപ്പോൾ ഒന്നുമില്ല, അവരെ പതുക്കെ നമ്മൾ ഈ ടാങ്കിലേക്ക് ചരിച്ച് കൊടുക്കുകയാണ്. കുറച്ച് വേസ്റ്റൊക്കെ എടുത്ത് കളയാനുണ്ട്. അതിപ്പം ബേസിനിൽ വെച്ച് നമ്മൾ എടുത്ത് കളയുന്നില്ല. അത് ടാങ്കിൽ എത്തിയിട്ട് എടുത്ത് കളയുവാണെങ്കിൽ വെള്ളത്തിന് കുറച്ച് സ്പേസും കൂടെ ഉള്ളതുകൊണ്ട് ഫ്രൈസ് ഒന്നും അതിനകത്ത് കയറി പോകത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പതുക്കെ അവരെ താഴോട്ട് ഇറക്കി വിടുവാണ്. അപ്പോൾ ഒരു ബാച്ച് നമ്മൾ ഇറക്കി വിട്ടു. ഇനി ഈ ബേസിൻ ഫ്രീ ആക്കി നമുക്ക് അടുത്ത ബ്രീഡിങ്ങിന് വേണ്ടി നമുക്ക് സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം എന്ന് വിചാരിക്കുന്നു. ഫ്രൈസ് എല്ലാം ഏകദേശം അവരെല്ലാം ഇറങ്ങി. അടുത്ത ഫീഡിന് വേണ്ടി ഉള്ള സമയമായി അവരിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഞാനൊരു ബാച്ചും കൂടെ നമുക്ക് ഇതുപോലെ ഈ പെട്ടിക്കകത്ത് കയറ്റി വിടണം. കാരണം നമുക്ക് ടാങ്ക് സ്പേസ് കുറച്ച് കുറവാണ്. ഇവിടെ നമുക്കൊരു ബാച്ച് ഇങ്ങനെയുണ്ട്. അത് ബ്ലൂ ആയതുകൊണ്ട് കാണാൻ അത്ര എളുപ്പമായിട്ട് തോന്നുന്നില്ല. എന്തായാലും നമുക്ക് അവരെ കൂടെ ഒന്ന് ഇറക്കി വിടാം. ഇതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ ഓൾറെഡി വെള്ളം സെറ്റ് ചെയ്ത് വെച്ച വെള്ളമായതുകൊണ്ട് നമ്മൾ നേരത്തെ തന്നെ ഇതിനകത്ത് ഇറക്കി വെച്ച് ടെമ്പറേച്ചർ ഈക്വൽ ആകാൻ വേണ്ടി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. തലേ ദിവസം വെച്ചതാണ്. അപ്പോൾ ഇന്നത്തേക്ക് നമ്മൾ ഇറക്കി വിടുമ്പോൾ ഓൾറെഡി നമ്മൾ വെള്ളം പിടിച്ച് വെച്ച വെള്ളമായതുകൊണ്ട് മറ്റ് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ ഈ വരുന്ന വേസ്റ്റ് എല്ലാം നമ്മൾ ഈ ടാങ്കിൽ എത്തിയതിന് ശേഷം മാത്രമായിരിക്കും നമ്മൾ എടുത്ത് കളയുന്നത്. കാരണം ഈ ചെറിയ ബേസിനിലൊക്കെ വെച്ചെടുത്ത് കളയാൻ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പം നമുക്ക് കുഞ്ഞുങ്ങളും കൂടെ പോകാനുള്ള സാധ്യതയുണ്ട്. 1-2 ബാച്ചും കൂടെ നമുക്കിതുപോലെ എടുത്ത് കളയാനായിട്ട് എടുത്ത് ഇതിനകത്തേക്ക് മാറ്റാനായിട്ടുണ്ട്. കാരണം നമുക്ക് അടുത്ത ബാച്ച് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ഫ്രൈസിൻ്റെ എണ്ണം കൂടുതൽ വരുന്നു. സോ നമുക്ക് ബേസിൻസ് വളരെ കുറവായതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവരെ മാറ്റേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അവരുടെ ഒരു ഗ്രോത്ത്. അത്യാവശ്യം നല്ല ഷൂട്ടേഴ്സ് അതിനകത്തുണ്ട്. സൈസ് കുറഞ്ഞ ഫ്രൈസും ഉണ്ട്. സോറി,
ഈ ടാങ്കിലേക്ക് വരുമ്പോൾ അവർ ശരിക്കും ഓക്കെ ആകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു.